ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു മാസത്തെ പെൻഷൻ തുകയായ 2000 രൂപയാണ് ഈ മാസം ലഭിക്കുന്നത്. ഇലക്ഷനും ക്രിസ്മസും പ്രമാണിച്ച് ഈ മാസം നേരത്തെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. എന്നാൽ വിതരണത്തിൽ ചില നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നതും പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ നവംബർ മാസത്തെ 2 ഗഡു പെൻഷൻ തുകയായ 3600 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുവാനുള്ളവർക്കാണ് ഇനിയും പെൻഷൻ തുക പ്രധാനമായും ലഭിക്കുവാനുള്ളത്. ഇത്തരത്തിൽ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിനു മുൻപായി തന്നെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഡിസംബർ മാസത്തെ ക്രിസ്മസ്, പുതുവത്സരം എന്നിവ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ക്രിസ്മസിന് മുൻപായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിൽ നേരിട്ടും പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് ഇപ്പോൾ വിതരണ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 15 മുതലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. അതിനിടെ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വിതരണം നടത്തുന്നതിൽ നിന്നും പഞ്ചായത്ത്, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായ ജീവനക്കാരെ വിലക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളായ സഹകരണ സംഘത്തിലെ ജീവനക്കാർ ക്ഷേമ പെൻഷനും ആശാവർക്കർമാർ മരുന്നുകളും മറ്റും വോട്ടർമാർക്ക് നേരിട്ട് എത്തിക്കുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. നവംബർ മാസത്തിലെ 3600 രൂപയുടെ വിതരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നിരുന്നത്. സ്ഥാനാർത്ഥികളായ ജീവനക്കാരെ ഒഴിവാക്കി ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിന് പകരം സംവിധാനം അതത് അധികാരികൾ ഏർപ്പെടുത്തണമെന്നും ഭരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ യോഗം വിളിച്ച് ഇക്കാര്യം അറിയിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ 15-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നും ഇതിനായി 1045 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചുവെന്നുമാണ് സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപ വീതമാണ് ലഭിക്കുക. 62 ലക്ഷത്തോളം പേർക്കാണ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ ലഭിക്കുന്നത്. ഇതിൽ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാർ വിഹിതമായ 200 രൂപ, 300 രൂപ, 500 രൂപ തുടങ്ങിയവ ലഭിക്കുന്ന 8 ലക്ഷത്തോളം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി ഡിസംബർ മാസത്തിലും അനുവദിച്ചിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ തന്നെ PFMS സംവിധാനം വഴിയാണ് വിതരണം എന്നതിനാൽ ആ തുക ഏതാനും ദിവസം കഴിഞ്ഞ് പ്രത്യേകമായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ടിന് ശേഷം ഡിസംബർ 15-നാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമെങ്കിലും വോട്ടെടുപ്പിന് മുൻപായി തന്നെ വിതരണ തീയതിയും തുക അനുവദിച്ച വിവരവും സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. 2025 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ മാസത്തെ പെൻഷൻ തുക ലഭിക്കും. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ തുക മുടങ്ങിയവർക്ക് ഈ മാസം 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അക്കാര്യം പൂർത്തിയാക്കിയാൽ തുടർന്നും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിലെ എല്ലാ കേന്ദ്ര സംസ്ഥാന പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.